സാന്ദ്രാനന്ദാവബോധാത്മകമരുവമിതങ്കാലദേശാവദിവ്യാം നിർമുക്തം നിത്യമുക്തം നിഗമജടസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാൽ ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. മത്സ്യാവതാര ചരിതമാണ് ശ്രീമദ് നാരായണീയത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യവ്രതൻ ദ്രമിള രാജ്യം ഭരിച്ചിരുന്നവനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറു മത്സ്യമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. സത്യവ്രതൻ അത്ഭുതപ്പെട്ടു. എന്താ ഇപ്പം എൻ്റെ കയ്യിലൊരു മത്സ്യം വരാൻ? അതിനൊരു എന്തൊക്കെയോ ചില പ്രത്യേകതകൾ. മത്സ്യം കയ്യിൽ സ്വാഭാവികമായിട്ട് വരാതെ അങ്ങനത്തെ മത്സ്യമല്ല. ക്ഷിപ്തം ജലേ ത്വാഞ്ചകിതം വിലോക്യ നിന്നെമ്പുപാത്രേണ മുനിൻ സ്വഗേഹം സ്വൽപേരഗോപി കലശീഞ്ചകൂപം വാബീന്ദരച്ചാനശിഷേ വിഭൂത്വം. ഭാഗവത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ അത് സംസാരിച്ചു എന്നാണ്. അതുകൊണ്ട് പറയണില്ല ആ കാര്യം. എന്താണ് അങ്ങ് എന്നെ ഉപേക്ഷിക്കുന്നത്? എന്നെ ഇവിടെ ഉപേക്ഷിച്ചാൽ വലിയ ജലജീവികൾ വന്നിട്ട് എന്നെ തിന്നില്ലേ? മറ്റ് ജലജീവികളിൽ നിന്ന് എനിക്ക് ഉപദ്രവം നേരിടും. അതുകൊണ്ട് അങ്ങ് എന്നെ അഭയം എനിക്ക് തരണം എന്ന് പറയണു. അപ്പോൾ മുനി അത്ഭുതപ്പെട്ടു. രാജർഷി എന്ന് പറഞ്ഞാൽ രാജാവുമാണ് ഋഷിയുമാണ്. അങ്ങനത്തെ ആൾക്കാണല്ലോ രാജർഷി എന്ന് പറയുക. എന്തായാലും അതിന് വേഗം എന്ത് ചെയ്തു? തൻ്റെ കമണ്ടലൂല് നിക്ഷേപിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാ. ക്ഷിപ്തം ജലേത്താൻ ചകിതം വിലോക്യ. തപസ് രക്ഷിച്ചു കൊണ്ടിരുന്ന ആ രാജർഷി നദിയിലെ വെള്ളത്തിലിട്ടപ്പോൾ അത് ഭയപ്പെടുന്നതായിട്ട് കണ്ടു. മത്സ്യത്തിന് ഭയങ്കരമായിട്ട് ഭയം. ക്ഷിപ്തം അതിലേക്ക് നിക്ഷേപിച്ച ചകിതം വിലോക്യ ഭയപ്പെട്ടതായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്തു? അമ്പുപാത്രേണ തൻ്റെ പാത്രത്തിൽ, വെള്ളം നിറയ്ക്കുന്ന പാത്രം വെള്ളപ്പാത്രത്തിൽ സ്വഗേഹം നിന്നെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. തൻ്റെ വീട്ടിലേക്ക്, ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. വിഭോത്വം സ്വൽപ്പേരഗോപി. വളരെ ചെറിയ മത്സ്യം അല്പം ആണെങ്കിലും വലുതാവാൻ തുടങ്ങി. അതിങ്ങനെ വലുതായി. കലശീം കൂപം, കവണ്ടലൂലും കൊള്ളാണ്ടായിട്ട് കിണറിലേക്കിട്ടപ്പോൾ അവിടെയും കൊള്ളണില്ല. അപ്പോൾ ഒരു തടാകം, വാബിയും കുളത്തിലേക്കിട്ടു. അതിന്ന് മാറിയിട്ട് തടാകം ഇങ്ങനെ വലുതാവുകയാണ്. ഭഗവാന്റെ വലിപ്പം നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. ചെറുതാണെന്ന് വിചാരിക്കും തോറും ഇങ്ങനെ വലുതാവും, അടുത്താണെന്ന് വിചാരിക്കും തോറും ദൂരത്താവും, പിടികിട്ടി വിചാരിക്കും തോറും പിടികിട്ടാണ്ടാവുക, ഉയരത്തിൽ കുറച്ച് വിചാരിക്കും തോറും ഉയരത്തിൽ, അതിനേക്കാൾ ഉയരത്തിൽ, അങ്ങനെയുള്ളൂ ഭഗവാന്റെ ഒരു അവസ്ഥ. അതുപോലെ ഇവിടെ പ്രത്യക്ഷമാവുകയാണ്. ക്ഷിപ്തം ജലേ ത്വാൻ ചകിതം വിലോക്യ. ക്ഷിപ്തം ജലേ വെള്ളത്തിൽ നിക്ഷേപിച്ചിട്ട്, ചകിതം ഭയപ്പെട്ടതായിട്ട് കണ്ടിട്ട്, അമ്പുപാത്രേണ നിന്നെ ജലപാത്രത്തിൽ സ്വഗേഹം നിന്നെ സ്വന്തം ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് വലുതാവാൻ തുടങ്ങി. സ്വൽപ്പേരഗോപി കലശീഞ്ച കൂപം. ഇപ്പോൾ ഒരു കുടത്തിലേക്കിട്ടു, വലുതായി. കൂപം കിണറിലിട്ടു, വീണ്ടും വലുതായി. വാബി കുളത്തിലിട്ടു, വീണ്ടും വലുതായി. തടാകത്തിലിട്ടു, ഇനിയും വലുതായി. അങ്ങനെ ആ മത്സ്യം അപാരമായ വലിപ്പം കൊള്ളുന്നതായിട്ട് കണ്ടു. മഹർഷി അത്ഭുതപ്പെട്ടു. സത്യവ്രതൻ യോഗപ്രഭാവാത്ഭവതാജ്ഞേവ നീതത്തദത്തം മുനിനാപയോധിം പൃഷ്ടാമുനാ കൽപ്പതിദിക്ഷുമേനം സപ്താഹമസ്യേതി പദന്നയാസി തഥ ഭവതാജ്ഞയാ ഏവ. ഇന്ദുരുവടി തന്നെ പ്രേരിപ്പിച്ചിട്ട് എന്ന് വേറൊരുത്തിപ്പൻ്റെ സർവം ഭവ പ്രേരണ ഏവ ഭൂമൻ. ഈ ലോകത്തിലെ എല്ലാ പ്രേരണകളും ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഭഗവാനാണ്. അതിനെ എവിടേക്ക് കൊണ്ടുപോയി? പയോധി സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി. മുനിന യോഗപ്രഭാവാൻ പയോധിം നീത. യോഗശക്തി കൊണ്ട് മഹർഷിയാൽ മുനിയാൽ എന്തു ചെയ്തു? പയോധി സമുദ്രത്തിലേക്ക് മാറ്റപ്പെട്ടു. അമുനാ പൃഷ്ട പിന്നെയും വലുതാവുകയാണ്. ഒരു സമുദ്രത്തിൽ കൊള്ളാത്ത ഒരു ജീവി ഉണ്ടാവുമോ ലോകത്തിൽ?
അപ്പം ഇത് ഈശ്വരൻ തന്നെ, അല്ലാണ്ട് ഇത്ര വലിയൊരു സത്വം ഇനി ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. അപ്പോൾ ചോദിച്ചു, അങ്ങ് ആരാണ്, എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ആരാന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അമുനാ പൃഷ്ട, സത്യപ്രതനാൽ ചോദിക്കപ്പെട്ട, പൃഷ്ട ചോദിക്കപ്പെട്ടതായിട്ട് ആരാണ്, എന്താണ് ഈ അത്ഭുതം, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങ് ആരാണ് എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എൻ്റെ പങ്ക് എന്താണ് അങ്ങയുടെ അവതാര കഥയിൽ? അങ്ങ് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണോ? ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ദയവായിട്ട് പറയണം. അമുന പൃഷ്ട. അപ്പോൾ പറഞ്ഞു, കൽപ്പത്തിദിക്ഷും ഏനം, പ്രളയം കാണാൻ കൊതിക്കുന്ന അദ്ദേഹത്തോട്. അപ്പം ഇദ്ദേഹത്തിന് പ്രളയം കാണണം എന്ന ആഗ്രഹമുണ്ട് എന്ന് ഭഗവാൻ എങ്ങനെ മനസ്സിലാക്കി? ഭഗവാൻ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതിനൊന്നും ചോദ്യമില്ല. എന്ത് മനസ്സിലാക്കാനും ഭഗവാന് വിഷമം. ആരുടെ സംഗതി മനസ്സിലാക്കിക്കൂടെ? 7 ദിവസം കാത്തിരിക്കാൻ പറഞ്ഞു. സപ്താഹം ആസ്വ, 7 പകൽ 7 ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞു. പ്രളയം കാണണം എന്ന് ഈ മഹർഷി കുറേ കാലമായിട്ടൊരു വിചാരമുണ്ട് എന്ന് ഭഗവാൻ അറിയാം. എല്ലാവരുടെ വിചാരവികാരങ്ങളും ഭഗവാൻ അറിയാലോ. എന്നാൽ 7 ദിവസം കൊണ്ട് ഇവിടം പ്രളയമുണ്ടാവും. അനുഗ്രഹായ ഭൂതാനാം ദൽസേ രൂപൻ ജലോകസ നൂനം തം ഭഗവത് സാക്ഷാൽ ഹരി നാരായണോവ്യയ. ഭാഗവത്തിൽ പറഞ്ഞു, അങ്ങ് ഹരി തന്നെയാണ്, സംശയമില്ല. ഇത്ര വലിയൊരു മത്സ്യം ഉണ്ടാവില്ലല്ലോ. അപ്പം ഈ രൂപത്തിൽ എൻ്റെ മുമ്പിൽ വന്നത് എൻ്റെ മഹാഭാഗ്യം. ഏത് രൂപത്തിലും ഈശ്വരനെ കാണാൻ ഭാഗ്യം വേണ്ടേ എന്ന് മഹർഷി പറഞ്ഞു. അനുഗ്രഹായ ഭൂതാനാം, എല്ലാവരെയും അനുഗ്രഹിക്കാനല്ലേ ഓരോ രൂപം അങ്ങെടുക്കുന്നത്. സർവേ ലീലാവതാരാർത്ഥേ ഭൂതാനാം ഭൂതികേതവ ജ്ഞാതിമിച്ചാം യഥോ രൂപം യഥർത്ഥം ഭവതാതൃതം. ഈ രൂപം എന്തിനാണ് എടുത്തത് എന്ന് ദയവായിട്ട് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യം എന്നോട് പറയണമേ. ഭഗവാൻ 7 ദിവസം കാത്തിരിക്കാൻ പറയണം. യോഗപ്രഭാവാൻ പവതാജ്ഞേവ, അങ്ങയുടെ ആജ്ഞ കൊണ്ട് സമുദ്രത്തിലേക്ക് മാറ്റി. നീതത്തതത്തം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതിദിക്ഷുമേനം. ചോദിക്കപ്പെട്ട സമയത്തെങ്കിൽ 7 ദിവസം കൊണ്ട് കൽപ്പം എന്ന് പറഞ്ഞാൽ പ്രളയം, പ്രളയം കാണാം എന്ന് ഭഗവാൻ പറഞ്ഞു. അന്തർധാനം ചെയ്തു. സപ്താഹമാസ്വേദി, 7 ദിവസം കഴിയട്ടെ. വദന്നയാസി, പ്രകാരം പറഞ്ഞ് ഭഗവാൻ ആ വെള്ളത്തിലേക്ക്, സമുദ്രത്തിലേക്ക് മറഞ്ഞു പോവുകയും ചെയ്തു. പിന്നുണ്ടാവുന്നതൊക്കെ 7 ദിവസത്തിന് ശേഷമുള്ള സംഭവങ്ങളാണ്. ക്ഷിപ്തം ജലേ താൻ ചകിതം വിലോക്യ നിന്നെ അമ്പുപാത്രേണ മുനിം സ്വഗേഹം സ്വൽപ്പേരഹോപി കലശീഞ്ചകൂപം വാമിൻ സരച്ചാൻ അശിഷേ വിഭൂത്വം യോഗപ്രഭാവാത് ഭവതാജ്ഞേവനീതത്തത് ത്വം മുനിനാ പയോധിം. സമുദ്രത്തിലേക്ക് എത്തി. പുഷ്ടോ മുനാ കൽപ്പതിദിക്ഷുമേനം സപ്താഹമാസ്വേദി വദന്നയാസീൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.